ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും അറിവും ഉണ്ടാകണം. അറിയണം, അറിവാണ് ഈശ്വരൻ. നാം ശരീരമല്ല, അറിവാകുന്നു. നമുക്ക് സന്ധ്യാസമയത്തോ രാവിലെയും വൈകുന്നേരം സന്ധ്യ വിളക്ക് കത്തിച്ച് ഭഗവാനെ തൊഴുത് കുറച്ച് നാമങ്ങളൊക്കെ ചൊല്ലിയ നമുക്ക് ഉള്ളിലിരിക്കുന്ന ഞാനിനെ, അത് പരമാത്മാവാണല്ലോ ഉള്ളിൽ, നമ്മളെല്ലാം ഈശ്വര ശക്തിയായിട്ടിരിക്കുന്നത്. അതിനെ അറിയണമെങ്കിൽ നമ്മൾ അറിയണം, അറിവ് പകരണം. അതുകൊണ്ടാണ് എവിടെ പോയാലും നമ്മൾക്കുള്ള ഉള്ളിലെ അറിവ് കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളു പ്രകാശിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് അറിയാനുണ്ട്. അതാണ് നാം ശരീരമല്ല, അതായത് ശരീരം അനാത്മാവാണ്. ആത്മാവിനെ കണ്ടെത്തണം. നമ്മുടെ ശരീരം എന്ന് വെച്ചാൽ പുറമേ ഉള്ള ഇതൊരു ഒരു കൂടാണ്, ഒരു വീടാണ്. അതിന് ക്ഷേത്രം എന്നൊക്കെ പറയുന്നത്. ശരീരം, ക്ഷേത്രം, വൃക്ഷം ഇങ്ങനെയൊക്കെ പറയും. ഇതെല്ലാം അനാത്മാവാണ്. അതെന്ന് വെച്ചാൽ നശിക്കുന്നതാണ്. ഇതുപോലുള്ള സർവ്വദേഹങ്ങളും ഇവിടെ പ്രപഞ്ചത്തിലുള്ള എല്ലാം നശിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ അനാത്മാവെന്ന് പറയുന്നത് ആത്മാവല്ല. നമ്മുടെ എല്ലാം ഉള്ളിൽ, എല്ലാ സത്വങ്ങളുടെയും ഉള്ളിൽ ആ പരമാത്മാ ചൈതന്യമാകുന്ന ആ പരമാത്മാവുണ്ട്. ആ ഉള്ളിലിരിക്കുന്ന അതിനെ നമ്മൾ കണ്ടെത്തണം, അറിയണം. അതിന് അറിവ് തന്നെ കിട്ടണം. അതുകൊണ്ടാണ് നാം ശരീരമല്ല, അറിവാകുന്നു. അറിവും ആണ് ആത്മാവ്. അപ്പോൾ അറിയുമ്പോഴാണ് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. കാണാൻ പറ്റാത്ത ഒരു നിഷ്കള പരബ്രഹ്മ വസ്തുവാണ് ഈ ആത്മാവ്. അതിനെ നമ്മൾ അറിഞ്ഞാണത് അനുഭവിക്കുന്നത്. അറിയാതിരുന്നാൽ എന്താ അറിയാനാ? നമുക്കൊന്നും അറിയാതെ എപ്പോഴും ദൈവമേ നാരായണ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഭക്തി കൊണ്ടിരുന്നാൽ നമ്മുടെ ഉള്ളിലെ ആ ചൈതന്യത്തെ ഉൾക്കൊള്ളാനും അറിയാനും അതിനെ അനുഭവിച്ചറിയാനും ആ അമൃതധാര നമ്മളെ കൃപയായിട്ട് ഒഴുകി നമ്മൾ അനുഭവിച്ചറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ നന്നായി ഒന്നിയൊരു ഗുരു, നല്ലൊരു യഥാർത്ഥ ഗുരു പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ ഈശ്വരൻ്റെ ഗ്രന്ഥങ്ങൾ, ഈ വേദാന്തങ്ങളെല്ലാം, ഭഗവത്ഗീത ഇതൊക്കെ പഠിച്ചോ എങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ എങ്ങനെ അറിയാനാ? അതുകൊണ്ടാണ് മക്കളെ ഞാൻ പറയുന്നത്, അമ്പലത്തിൽ പോയി തൊഴുതാ നമ്മുടെ വിഷമങ്ങളും വേദനകളും പറഞ്ഞ് കരഞ്ഞ് ഭഗവാനെ ഒത്തിരി കണ്ണുനീരൊഴിക്കുക. ഭഗവാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം അയ്യോ ആ വെറും അഗതിയാണ് എന്നെ ആശ്രയമായിട്ട് വന്നത്. അപ്പോൾ ഭഗവാൻ കനിഞ്ഞ് നമുക്ക് വേണ്ടത് തരും. എനിക്കുള്ള ദുഃഖം പറഞ്ഞ് കരയുമ്പോൾ നമ്മൾ ഏത് അമ്പലത്തിൽ പോയി തൊഴുത് കരഞ്ഞാലും ഭഗവാൻ നമുക്ക് എന്താണ് ആവശ്യങ്ങൾ അത് പരമാത്മാവ് നമ്മൾ സ്നേഹിക്കുന്നതനുസരിച്ച് തന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ പുറമേ ഉള്ളതേ തരുവുള്ളൂ. ഉള്ളിലിരിക്കുന്ന തരണമെങ്കിൽ എന്ത് വരണം? നമ്മൾ അറിയണം. നമ്മൾ യഥാർത്ഥത്തെ മനസ്സിലാക്കണമെങ്കിൽ നന്നായി നമ്മൾ പാഠം ചെയ്യണം. മനസ്സിലാക്കി ഈ ഭാഗവതം തന്നെ മതി. ഇത് തന്നെയാണ് ഭഗവത്ഗീതയല്ല. അപ്പം നമുക്ക് അങ്ങനെ ആയി തീരാനാണ് മക്കളെ ഞാൻ പറയുന്നത്. എവിടെ പോകുന്ന സമയത്തും മെനക്കെടുത്താതെ അത് വീട്ടിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാലും ഭഗവാൻ ദൈവമേ എനിക്ക് എൻ്റെ ദുഃഖങ്ങൾ മാറ്റി തരണമേ എന്ന് നിലവിളിച്ച് കരഞ്ഞാൽ വീട്ടിലിരുന്ന് കരഞ്ഞാലും കിട്ടും. ഈ പല വിധത്തിലാണ് ജനങ്ങൾ ഭഗവാനെ ആരാധിക്കുന്നത്. രോഗം മാറാൻ ആരാധിച്ചാൽ രോഗം മാറും. അത്രത്തോളം അറിഞ്ഞ് പ്രാർത്ഥിക്കണം, കരഞ്ഞ് പ്രാർത്ഥിക്കണം. ചെയ്തവ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി ഭഗവാനെ അറിഞ്ഞൊക്കെ എന്തോ അറിയാതെയൊക്കെ എന്തൊക്കെയോ ചെയ്തു പോയതിനെല്ലാം ക്ഷമിക്കണമെന്ന് മാപ്പിരന്ന് കരഞ്ഞപേക്ഷിക്കുമ്പോൾ നമ്മുടെ ദുഃഖ ദുരിതങ്ങൾ മാറ്റിത്തരാനാണ് ഭഗവാനുള്ളത്. നമുക്ക് ചോദിക്കാൻ ആ ഒരേ ഒരു ഭഗവാൻ ലോകത്ത് നാഥനേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാം അതിന് വേണം. പക്ഷേ അതൊക്കെ ലോകകാര്യങ്ങളാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടതാണെന്നുള്ള മനസ്സിലാക്കണം. എന്നാൽ ഈ ശരീരം നശിക്കുമ്പോൾ നമ്മൾ എന്തായി തീരണം? അതോ ഇതുപോലെ ഈ ദുഃഖ ദുരിതത്തിന് വീണ്ടും 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 കുമിള വന്നു പോകുന്നു, വീണ്ടും ഒരു കുമിള വരുന്നു, പൊട്ടുന്നു, പുനരഭി ജനനം പുനരഭി മരണം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ആയി തീരണ്ട എന്നുള്ളവർക്ക് ഈ അറിവും കൂടെ നേടി നമ്മൾ യഥാർത്ഥത്തെ മനസ്സിലാക്കി ആ തന്നിലിരിക്കുന്ന താനെ അത് എന്നിലൊരു ഞാനുണ്ട്. ഞാനെന്ന് പറയുന്ന സാക്ഷിയാണ്. ആ സാക്ഷിയെ ഞാൻ കണ്ടെത്തുക, അറിയുക, അത് അനുഭവിച്ചറിയുക. അതിനാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അമ്പലത്തിലൊക്കെ പോയി എല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടിലിരുന്ന് കരഞ്ഞ് പറഞ്ഞാലും മതി, അമ്പലത്തിൽ പോയി കരഞ്ഞ് പറഞ്ഞാലും മതി. ഭഗവാൻ എവിടേക്കാണ് ഇരിക്കുന്നത് അറിയാത്തതുകൊണ്ടാണല്ലോ എവിടേക്കോ പോകുന്നത്. അത് സാരമില്ല, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ യഥാർത്ഥ ജ്ഞാനി, ഒരു യഥാർത്ഥം എന്താണ്? തത്വം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ തത്വം? ആ യഥാർത്ഥത്തെ, ആ സാക്ഷാത്കാരം നമ്മൾ എന്താണ് അത് നമ്മൾ മനസ്സിലാക്കുന്നതിനെ പറ്റിയാണ് ഞാനിപ്പോൾ. അതിന് അഹിംസ പരമോധർമ്മ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് ദേഹം ജലത്തിലെ പോള പോലെ ദേഹത്തിന് വേണ്ടി നമ്മൾ മോഹിക്കേണ്ട. അത് ഇന്നല്ലെങ്കിൽ എപ്പോഴാലും പൊട്ടിപ്പോകുന്നതാണ്. നമുക്ക് ഉള്ളിലിരിക്കുന്ന സാക്ഷിയെ കണ്ടെത്തുക. ഇതൊക്കെയാണല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പം അതിൻ്റെ ബാക്കി
അഹിംസ പരമോധർമ്മ. അഹിംസ പരമോധർമ്മ വെച്ചാൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു മനസ്സുകൊണ്ട് ചിന്തിക്കാനോ പറയാനോ പ്രവൃത്തി കൊണ്ട് ചെയ്യാനോ ഒന്നും പാടില്ലാതിരിക്കുന്ന അതാണ് അഹിംസ. അപ്പോൾ അതിൽ സർവ്വധർമ്മവും അടങ്ങി. അത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടാണല്ലോ നമ്മളെല്ലാവരും മറ്റ് ഉപദ്രവങ്ങൾ ചെയ്യുന്നത്. മനസ്സുകൊണ്ട് ചിന്തിക്കുക, അത് ഉപദ്രവിക്കണമെന്ന്, അല്ലെങ്കിൽ വാക്കുകൊണ്ട് പറഞ്ഞ് ഉപദ്രവിക്കുക, അല്ലെങ്കിൽ പ്രവൃത്തിയിൽ ഉപദ്രവിക്കുക. ഇത് മൂന്നും നമ്മൾ ചെയ്യൽ നമ്മൾ പരമാനന്ദമല്ലേ പിന്നെ. അപ്പോൾ നമ്മളെ കൊണ്ട് ഒരു ദ്രോഹം ആർക്കും ഒരു ജീവജാലങ്ങൾക്കും ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് അഹിംസ പരമോധർമ്മ എന്ന ആ ഒരു തത്വം നമ്മൾ പഠിക്കേണ്ടത്. അത് ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഒരു ഖണ്ഡിക വായിക്കാം. കാണപ്പെടുന്നത് അനാത്മാവ്, കാണുന്ന സാക്ഷി നീ ആത്മാവല്ലോ, നൂനമിച്ചൊന്നത് തത്വം. ഇതാണ് തത്വം. കാണപ്പെടുന്നത് അനാത്മാവാണ്. ഇപ്പം എന്നെ കാണാം, ഞാൻ അനാത്മാവാണ്. ഈ ദേഹം എന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ദേഹം, ഇതിൽ ഞാനെന്ന് പറഞ്ഞാൽ ഞാനുണ്ട്. ആ എന്നെയല്ല, അതാണ് ആത്മാവ്, ആ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടതെന്താണ്? എൻ്റെ ദേഹം. ഇത് കാണുന്നത് നമ്മളിവിടെ കാണപ്പെടുന്നതാണ്. ഇതുപോലെയാണ് സർവ്വതും, ഈ പ്രപഞ്ചം മൊത്തവും നമ്മൾ കാണപ്പെടുന്ന സർവ്വജീവജാലങ്ങളും പക്ഷിമൃഗാദികളും മനുഷ്യരും ഒക്കെ ഇവിടെ കാണപ്പെടുന്നതാണ്. അതെല്ലാം എന്താണ്? അനാത്മാവ് എന്ന് വെച്ചാൽ ആത്മാവല്ല, സത്യമല്ല, അത് നശിക്കുന്നതാണ്. കാണപ്പെടുന്നത് അനാത്മാവ്, കാണുന്ന സാക്ഷി നീ ആത്മാവല്ലോ. അപ്പോൾ അതിനെ കാണുന്ന ഒരു സാക്ഷിയുണ്ട്. അത് നമ്മളിലെല്ലാം ഉള്ളിലുമുണ്ട് ആ സാക്ഷി. ആ സാക്ഷിയാണ് ഇതിനെയൊക്കെ കാണുന്നത്. സത്യത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന സാക്ഷി, അത് അകവും പുറവും ലോകം മൊത്തം ഈ സാക്ഷി നിറഞ്ഞിരിപ്പുണ്ട്, പരമാത്മാവ്. ആ ആത്മാവാണ് സാക്ഷി. അപ്പോൾ കാണപ്പെടുന്നതോ സാക്ഷിയല്ല, അനാത്മാവാണ്, ആത്മാവല്ല. അതിനെ കാണുന്ന സാക്ഷി നീ ആത്മാവല്ലോ. അപ്പോൾ അതിനെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ സാക്ഷി എല്ലാവരുടെയും ഉള്ളിലുമുണ്ട്, പുറത്തുമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സൂര്യഭഗവാനാണ് നമ്മളെല്ലാം സാക്ഷിയായി നിന്ന് കാണുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തത് മൊത്തവും സാക്ഷിയായി നിന്നുകൊണ്ട് കാണുന്നുണ്ട്. പ്രകാശം നമ്മളിലെല്ലാം ഇവിടെ ഇപ്പം എവിടെ ഇരുന്നാലും സൂര്യപ്രകാശം തട്ടും. നമ്മൾ ഇരുട്ടത്തൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ നന്നായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാം നമ്മൾ ചെയ്യുന്നു. ഇത് ഒരേ ഒരു സാക്ഷിയാണ് കാണുന്നത്. അത് ആ പ്രകാശമാണ്. അത് മഹാവിഷ്ണുവാണ്. ആ സൂര്യഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണനാണ്. അപ്പോൾ ആ പ്രകാശമാണ് നമ്മളെല്ലാം ഈ ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് സാക്ഷി. ആ പ്രകാശം നമ്മുടെ ഉള്ളിലിരിക്കുകയാണെങ്കിലോ നമ്മുടെ ഉള്ളിലിരുന്നും ഇത് മൊത്തം വീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ആ സാക്ഷിയാണ് എല്ലാത്തിനെയും കാണുന്നത്. അതുകൊണ്ടാണ് കാണപ്പെടുന്നത് അനാത്മാവ്, കാണുന്ന സാക്ഷി നീ ആത്മാവല്ലോ, നൂനമിച്ചൊന്നത് തത്വവിരിവിങ്കൽ നാനാവിധം ചൊല്ലും ജ്ഞാനപ്പെണ്ണി. ഇത് ചിലരൊക്കെ നാനാവിധം പറയുന്നവരുണ്ട്. എന്നാൽ തത്വം ഇത് തന്നെയാണ്. യഥാർത്ഥ ശരി ഇത് തന്നെയാണ്. കാരണം കാണുന്നതെല്ലാം നശിക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ ആത്മാവല്ലാത്തതുകൊണ്ടാണ് അനാത്മാവെന്ന് പറയുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ്. എന്നാൽ ഇല്ല കാണുന്നത് ആരാണ്? ആ പരമാത്മാവ്, ചൈതന്യമൂർത്തി. അത് ലോകം നിറഞ്ഞിരിക്കുക, സർവ്വത്തിൻ്റെ അകവും പുറവും ഇരിക്കുക, പിന്നെ കണ്ടൂടെ? അതുകൊണ്ട് ആത്മാവാണ് സർവ്വത്തിലും കാണാൻ നിൽക്കുന്ന സാക്ഷി, പ്രകാശം. അതുകൊണ്ട് നൂനമിച്ചൊന്നത് തത്വം ബിരുവെങ്കിൽ നാനാവിധം ചൊല്ലും. ഇതിനൊക്കെ പലരും പല വിധത്തിൽ പറയുന്നു. തത്വം ഇത് തന്നെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഉള്ളിലുണ്ട് സാക്ഷി, ആ ആത്മാവ്, ആ സാക്ഷി, അതാണ് ഞാൻ. ഈ ദേഹത്തിനുള്ളിലിരിക്കുന്ന സാക്ഷിയാണ്. അതിന് നമ്മൾ കണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഗുരുദേവൻ മഹാഗുരുവാണ് നാരായണ ഗുരുദേവൻ. എന്താ പറഞ്ഞത്? നാം, അതായത് നമ്മൾ ഓരോരുത്തരും, നാം ശരീരമല്ല, പിന്നെ എന്താണുള്ളത്? ആത്മാവാണ്, അറിവാണ്. അറിയുമ്പോഴതാണ് നമ്മൾ എന്നും നിത്യേന എല്ലാവരും പറയും ഞാൻ നിത്യേന പ്രാർത്ഥിക്കുന്നു, ഈശ്വരനോട് ഭക്തിയുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. അറിയണമെങ്കിൽ നമ്മൾ ഗ്രന്ഥങ്ങൾ ഇതൊക്കെ പഠിക്കണം. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അറിഞ്ഞെങ്കിലേ അതാണ് നാം അറിവാകുന്നു. നമ്മളെ ഉള്ളിൽ ഒരാളുണ്ട്, അതാണ് അറിവ്. ആ അറിവ് പ്രകാശിക്കും. അറിയുമ്പോഴേ അത് പ്രകാശം വരാം. നമ്മൾ ആ അറിവ് ഈ ഗ്രന്ഥം മൊത്തം നമ്മുടെ ഉള്ളിൽ നന്നായി മനസ്സിലാക്കുന്ന അറിവ് അറിഞ്ഞ് വരുമ്പോൾ അത് ആ ഉള്ളും പ്രകാശിച്ച് അത് വെളിയിലും പ്രകാശിച്ച് ഈ പ്രകാശം ലോകം മൊത്തം ഉള്ളതാണ്. അത് നമ്മുടെ ഉള്ളിലുണ്ട്, ആ സാക്ഷിയെ അറിയണമെങ്കിൽ അറിയണം. അറിയുന്നത് എങ്ങനെയാ? ഇത് പഠിക്കുക എന്നുള്ളതാണ്.
നമ്മളിപ്പോൾ തന്നെ പറഞ്ഞത് എന്താ, ഈ കാണുന്നതൊക്കെ അനാത്മാവാണ്, ഇതിനകത്തൊരു സാക്ഷിയുണ്ട് കാണുന്നത്, അത് പ്രകാശം. ആ പ്രകാശത്തെ നമ്മളെങ്ങനെ തിരിച്ചറിയും? എല്ലാവരിലും ഉണ്ട് ഈ പ്രകാശം, പക്ഷെ ആരും അതിനെ തിരിച്ചറിയുന്നില്ല, അറിയാൻ മോഹിക്കുന്നതുമില്ല. അങ്ങനൊരു വസ്തു ഇങ്ങനെ ഉണ്ടെന്ന് പോലും അറിയാത്ത ഒരുപാട് പേരുണ്ട്. ലക്ഷത്തിൽ 2-4 പേർക്കേ അറിയാവൂ. ബാക്കിയുള്ള എല്ലാം ഇതുപോലെ പാടി പുകഴ്ത്തുന്നല്ലാതെ അറിഞ്ഞവരാരും, നമ്മൾ രാമായണത്തിൽ വായിച്ചില്ലേ, ഇത് ഉള്ളവണ്ണം ഉണർവുള്ളവരാരും ഇല്ല ജഗത്തിങ്കൽ. എന്താ അത് പറയാൻ കാരണം? അത് ഉണർവ് വേണം. അത് ഉണരണമെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടേ അത് ഉണരാൻ പറ്റും. അറിയാത്തവൻ എങ്ങനെ ഉണരും? അറിഞ്ഞാലും ഇത് ഈശ്വര കൃപയിൽ കൂടിയേ നമ്മളെ ഉള്ളിൽ പ്രകാശം ഉണ്ടാവും. ശാസ്ത്രം ഒരുപാട് പഠിക്കും. ഈ ശാസ്ത്രങ്ങൾ, ഈ വേദങ്ങൾ 4 പഠിച്ചാലും വേദിച്ചാലും 6 ശാസ്ത്രത്തെയും വാദിക്കാം, ബോധം ഉദിക്കില്ല. അപ്പം വാദിക്കാൻ വേണ്ടി തർക്കങ്ങൾ പറയാൻ ഇന്ന് ഒരുപാട് പേർക്ക് മിടുക്കാം. എന്താ? ഞാൻ വലിയവനെന്ന് അറിയിക്കാൻ. ഞാനിതൊക്കെ പഠിച്ചു, എനിക്കിതെല്ലാം അറിയാം, പക്ഷേ ബോധം ഉദിക്കത്തില്ലാത്ത എന്താ? ഉള്ളിലാവുന്നില്ല. ആ കൃപ, ആ ഭഗവാന്റെ സ്നേഹമാ, പരമാത്മാവിൻ്റെ ആ കൃപയും കൂടെ നമുക്ക് വേണം. ഇത് പഠിച്ചിട്ട് മാത്രം പോരാ, ഭക്തിയാകുന്ന അതങ്ങോട്ട് ചെന്ന് ഭഗവാനിൽ ലയിച്ചുള്ള ഭക്തി വരുമ്പോൾ പരമാത്മാവിൻ്റെ ആ എണ്ണ നമ്മളിലേക്ക് ഒഴുകും, ആ കൃപ ഒഴുകും. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നത്. അറിഞ്ഞും കൂടെ വരുമ്പോഴാണല്ലോ ഇത് പറ്റൂ, അല്ലാതെ നമുക്ക് വെറുതെ ആവില്ല. അല്ലെങ്കിൽ കുറേ അറിഞ്ഞും കൊണ്ട് നമ്മൾ ഈശ്വരൻ്റെ ചരിത്രങ്ങൾ പഠിച്ച് നമ്മൾ ഭഗവാനോട് ഭക്തി വർദ്ധിക്കുമ്പോൾ കൃപ നമുക്ക് കിട്ടും, ഒരു ഭക്തന് ഭക്തി ഉണ്ടെങ്കിൽ. പക്ഷേ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ അറിയാനാണ് ഈ വിദ്യ വേണം. അതുകൊണ്ടാണ് നാം ശരീരമല്ല അറിവാകുന്ന ഗുരുദേവൻ പറഞ്ഞത്. ഇതാണ് സത്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ ഉള്ള സമയം ഇതൊക്കെ പഠിക്കണം, ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം. അതല്ലെങ്കിൽ ഇതുപോലെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് അത് അനുഭവമുള്ളവർക്കേ മനസ്സിലാവും. അനുഭവം നമ്മൾ ജന്മനാ വന്ന് അനുഭവസ്ഥരാകുമ്പോൾ ഇത് വായിച്ചാൽ മനസ്സിലാവും, അല്ലാതെ നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ളതിനാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ അനാത്മാവാണ്, നമ്മുടെ ശരീരം എല്ലാം. അതിനെല്ലാം ഉപരിയായി എല്ലാവരുടെയും ഉള്ളിൽ സർവ്വത്തിലും നിറഞ്ഞിരിക്കുന്ന, നമ്മുടെ അകവും പുറവും നിറഞ്ഞിരിക്കുന്ന ആ പരമചൈതന്യം, ആ പ്രകാശം, അത് വിളങ്ങണമെങ്കിൽ നമ്മൾ അറിയുമ്പോഴാണത് വിളങ്ങുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഉറങ്ങിയിരിക്കാനേ പറ്റൂ. അറിഞ്ഞുകൂടല്ലേ, നമ്മൾ അറിയാത്തതിനെ നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. നമുക്ക് അറിയാത്തൊരു കാര്യം എങ്ങനെ നമുക്ക് വേറെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് നമ്മൾ അറിഞ്ഞെങ്കിലല്ലേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അറിയുക, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് നൂനമിച്ചെന്ന് ഈ പറഞ്ഞതാണ് യഥാർത്ഥ തത്വം. അതുകൊണ്ട് ആ ഉള്ള് തിളങ്ങണം, വിളങ്ങണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഭക്തജനങ്ങളുമായി നല്ല ഭക്തജനങ്ങൾ വെച്ചാൽ സാധാരണ അറിഞ്ഞ ഭക്തജനങ്ങൾ, അവരുടെ വാക്കുകൾ കേൾക്കുമ്പോഴൊക്കെ കുറേശ്ശെ മനസ്സിലായി നമ്മുടെ പ്രവൃത്തിയുടെ അങ്ങനായി അനുഭവം കൂടെ വരുമ്പോൾ ഇതെല്ലാം നമുക്ക് തനിയെ ഭഗവാൻ തരും. നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ ഈശ്വരൻ ഇത് മൊത്തവും തരും എന്നത് ഉറപ്പാണ്. കാരണം അനുഭവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് സംശയമില്ലാതെ നിങ്ങൾക്കത് വിശ്വസിക്കാം. കാരണം ഞാൻ ഈ പറയുന്ന സത്യം തന്നെയാണ്. ഭഗവാൻ പരമാത്മാവ് എന്താ അറിവാകുന്നു. എന്താ അതങ്ങനെ പറയാൻ കാരണം, നമ്മൾ അറിഞ്ഞെങ്കിലേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തെ നമ്മൾ രുചിച്ചറിയാനും ആ ആനന്ദം അനുഭവിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.